പുസ്തകത്തിൽ 2-ാം അധ്യായത്തിന്റെ 3-ാമത് തിരുവചനം. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. 2 പ്രധാന ചിന്തകളാണ് നമുക്ക് ഇവിടെ ചിന്തിക്കാനുള്ളത്. ഒന്ന് അഗ്നി, 2 പിളർന്നിരിക്കുന്ന നാവുകൾ. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രതീകമായി അഗ്നിയെ ബൈബിളിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. പ്രധാനപ്പെട്ട ചില ചിന്തകൾ ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന് അഗ്നി ശുദ്ധീകരിക്കുന്നതാണ് എന്നുള്ളത്. യെശയ്യാപ്രവചനം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലും സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിന്റെ ആത്മാവ് ബോധ്യപ്പെടുത്തും. ഉസിയ രാജാവ് ഒരു ദിവസം മരിച്ചു. ആ മരിച്ച വർഷം യെശയ്യാവെന്ന ദീർഘദർശി മറ്റൊരു ദർശനം കണ്ടു. തുണി കൊണ്ട് മറച്ച ആ കൂടാരത്തിലല്ല, പട്ടാളക്കാർ ചുറ്റും നിന്ന് അശുദ്ധനെന്ന് പറയുകയല്ല, ചലം നിറഞ്ഞ പൊടി നിറഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നവനായിട്ടല്ല, തേജസ് വാരി ചുറ്റിയവനായ തേജോമയനായ ദൈവത്തിന്റെ ദർശനം. ഉയർന്നും പൊങ്ങിയുമുള്ള കർത്താവിന്റെ സിംഹാസനം, ചുറ്റും സറാഫുകൾ നിന്ന് രാവും പകലും സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ഏറ്റുപറയുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിന്റെ ആത്മാവ് ബോധ്യപ്പെടുത്തും. ഈ മനുഷ്യൻ മരിച്ചപ്പോ അദ്ദേഹത്തെ അടക്കിയതിനെ കുറിച്ച് തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അവൻ കുഷ്ഠരോഗിയല്ലോ എന്ന് പറഞ്ഞ് അവനെ അടക്കി. തീർന്നില്ല. ഇനി ആ മനുഷ്യന്റെ സാമ്രാജ്യത്തിന്, രാജ്യത്തിന് എന്ത് സംഭവിച്ചു? തിരുവെഴുത്ത് നോക്കിയാട്ടെ. ആമോസിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യഹൂദ രാജാവായ ഉസ്യാവിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാശിന്റെ മകനായ യൊരോബയാമിന്റെ കാലത്തും ഭൂകമ്പത്തിന് 2 സംവത്സരം മുമ്പേ ഇസ്രായേലിനെ കുറിച്ച് ദർശിച്ച വചനം. ഭൂകമ്പം മൂലം അവന്റെ രാജ്യം നശിച്ചുപോയി. അപ്പൊ ഉസ്യാവിന്റെ കാലത്ത് എന്ത് സംഭവിച്ചു? ഭൂകമ്പമുണ്ടായി, ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടായി. എന്നാൽ യെശയ്യാവിന് എന്ത് സംഭവിച്ചു എന്നൂടെ നോക്കണം. ഉസിയാവ് നശിക്കുന്നു, കുഷ്ഠരോഗിയല്ലോ എന്ന് പറഞ്ഞ് ശവമടക്കുന്നു, തന്റെ രാജ്യം നശിച്ചു പോകുന്നു. എങ്കിലും പാപബോധമുണ്ടായ യെശയ്യാവിന് എന്ത് സംഭവിച്ചു? അയ്യോ, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണെന്ന് പശ്ചാത്തപിച്ച ആ മനുഷ്യന് വേണ്ടി ദൈവം പരിഹാരമൊരുക്കി. താൻ നോക്കുമ്പോൾ സ്വർഗത്തിലെ യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിൽ വെച്ച് ഒരു തീക്കനലെടുത്തുകൊണ്ട് ഒരു സറാഫ് അവന്റെ അടുക്കിലേക്ക് പറന്നു വന്ന് ആ തീ അവന്റെ നാവിനെ തൊടുവിച്ചു. എന്നിട്ടൊരു ദൂത്, ഇത് നിന്റെ നാവിനെ തൊട്ടതുകൊണ്ട് നിന്റെ അകൃത്യം മാറി ശുദ്ധി വന്നിരിക്കുന്നു. അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ചതിന് ശേഷം പിന്നെന്ത് സംഭവിച്ചു? ബൈബിൾ എന്നറിയപ്പെടുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എഴുതാൻ ദൈവനെ നിയോഗിച്ചു. ബൈബിളിൽ 66 പുസ്തകമാണുള്ളത്. യെശയ്യാ പ്രവചനത്തിന് 66 അധ്യായങ്ങളാണുള്ളത്. വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വലിയവനായവൻ മാറ്റപ്പെട്ടു. 66 അധ്യായമുള്ള രാജ്യങ്ങളെ കുറിച്ച്, രാജാക്കന്മാരെ കുറിച്ച്, ഇസ്രായേൽ ജനത്തെ കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച് വരെ പ്രവചിക്കാൻ അവന്റെ നാവുകൾക്ക് ദൈവം ബലം നൽകി. എന്താ കാര്യമെന്നറിയാമോ? അവന്റെ നാവിനൊരു ശുദ്ധീകരണം പ്രാപിച്ചു. ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി നിങ്ങളുടെ നാവിൽ തൊട്ടാൽ, നിങ്ങളുടെ അശുദ്ധിയുള്ള മേഖലയിൽ ഒരു സ്പർശനം ഉണ്ടായാൽ, തീർച്ചയായും ദൈവം നിങ്ങളെ പ്രവാചകന്മാരായി ഉയർത്തും. വലിയ വലിയ ദൂതുകൾ വിളിച്ചു പറയാൻ, ദൈവത്തിന്റെ വക്താക്കളായി മനുഷ്യരോട് സംസാരിക്കാൻ ഉള്ള നിയോഗം ദൈവം നിങ്ങളുടെ മേൽ പകരും. 2, അഗ്നി അപായം വരുത്തുന്നതാണ്. ചില വേളകളിൽ തീയ് അപകടകരമായിട്ടുണ്ട്. നമുക്കറിയാം അല്ലെ, ഫാക്ടറിക്കൊക്കെ തീ കത്തുന്നു.
കെട്ടിടങ്ങൾ തീ കത്തുന്നു, വാഹനങ്ങൾ തീ കത്തുന്നു, അല്ലേ? തീ ചില സമയത്ത് അപകടകരമായി തീരാറുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയും ചില വേളകളിൽ അപകടകരമായി മാറാറുണ്ട്. 2 സംഭവങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അഹരോന്റെ പുത്രന്മാർ തീയാൽ കൊല്ലപ്പെട്ട ചരിത്രമാണ്. ലേവ്യ പുസ്തകം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും ഓരോ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗമിട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി അവർ ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ടുവന്നു. അഹരോന് 4 ആൺമക്കളാണുള്ളത്: നാദാബ്, അബീഹു, ഈഥാമാർ, എലിയാസർ. ദൈവം പണ്ട് അഹരോനോട് പറഞ്ഞു, നീയും നിന്റെ പുത്രന്മാരും എന്റെ ആലയത്തെ പരിചരിക്കും. അഹരോനും അവന്റെ പുത്രന്മാർക്കുമാണ് പൗരോഹിത്യം ദൈവം അനുവദിച്ചു നൽകിയത്. എന്നാൽ ഈ 4 ആൺമക്കളിൽ മൂത്ത 2 പേർ, നാദാബും അബീഹുവും, അവർ ദൈവസന്നിധിയിൽ നിഗളിച്ചു. വാസ്തവത്തിൽ അവർ നിഗളിച്ചുകൂടായിരുന്നു. കാരണം അവർക്ക് കൃപയാൽ ദൈവത്തിന്റെ ദർശനം പോലും കാണാൻ ഭാഗ്യമുണ്ടായവരാ. ഒരിക്കൽ ഇസ്രായേലിലെ 70 മൂപ്പന്മാരോട് ദൈവം പറഞ്ഞു, നിങ്ങൾ എന്റെ അടുക്കലേക്ക് കയറി വരണം, നിങ്ങൾക്ക് എന്നെ ദൂരത്ത് നിന്നുകൊണ്ട് കാണാൻ ഒരവസരം തരാം. അങ്ങനെ 70 മൂപ്പന്മാർ കയറി ചെന്നപ്പോൾ കരുണയുള്ള ദൈവം ഈ 2 പിള്ളേർക്ക്, നാദാബിനും അബീഹുവിനും മാത്രം ആ തിരുസന്നിധിയിലേക്ക് കയറി ചെല്ലാൻ ദൈവം അവസരം കൊടുത്തു. വായിച്ചാട്ട് പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം മോശയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടെ കയറി ചെന്നു. 70 പേര് കയറി ചെന്നു. പക്ഷേ ആ കൂട്ടത്തിൽ നാദാബും അബീഹുവും കൂടെ കയറി ചെന്നു. അടുത്ത വാക്യം. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. പ്രൈസല്ലോ. അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയുമായിരുന്നു. തിരുവേനായ ദൈവത്തെ വളരെ വിദൂരത്തിൽ നിൽക്കുന്ന ഒരു ദർശനം കൃപയാൽ കാണുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാദാബും അബീഹുവും. അവരുടെ ജോലി ധൂപം കാട്ടുക എന്നുള്ളതാണ്. ധൂപകലശത്തിനകത്തിടേണ്ടുന്ന തീ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തീയിൽ നിന്ന് എടുക്കുന്ന തീയായിരിക്കണം. ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങളിൽ അഹരോനും മോശയും കൂടെ ഒരു യാഗവസ്തു കൊണ്ടുപോയി ദൈവസന്നിധിയിൽ വെച്ചിട്ട് അവർ ഇറങ്ങിപ്പോന്നു. തിരുവെഴുത്തിൽ വായിക്കുന്നത്, സ്വർഗത്തിൽ നിന്നൊരു തീ ഇറങ്ങി വന്ന് ആ യാഗവസ്തു ദഹിച്ചു. അപ്പൊ തീ എവിടെ നിന്ന് എടുക്കണം? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ തീയുടെ കുണ്ടത്തിൽ നിന്ന് വേണം തീ കഷ്ണങ്ങൾ പെറുക്കിയെടുക്കാൻ. എന്നാൽ കൃപയാൽ അവസരം കിട്ടിയ നാദാബും അബീഹുവും ഒരിക്കൽ തങ്ങളോട് കൽപ്പിച്ചിട്ടില്ലാത്ത അഗ്നി, സുഗന്ധവർഗം ഒന്ന് പുകഞ്ഞാ മതിയല്ലോ, അപ്പൊ അതിന് തീക്കണല് മതിയല്ലോ, എവിടെ നിന്നോ ഒരുപക്ഷെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നാവാ, തങ്ങളോട് കൽപ്പിച്ചിട്ടില്ലാത്ത അന്യാഗ്നിയുമായി ആ ധൂപകലശത്തിലെത്തിയ ദൈവസന്നിധിയിൽ നിന്ന് എടുത്ത തീയല്ല, അന്യാഗ്നിയാണ്. ആ തീയും കൊണ്ട് ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. എന്താ സംഭവിച്ചത്? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, തീ കൊണ്ട് ഉത്തരമല്ലുന്നവനാണ്. ഒരിക്കൽ കൂടെ തീ ഇറങ്ങി വന്നു, ആ പുരോഹിതന്മാരെ അവിടെ ഇട്ട് കരിച്ചു കളഞ്ഞു. ലേവ്യ പുസ്തകം 22:9. ആകയാൽ അവർ എന്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിപ്പാൻ അവ പ്രമാണിക്കണം. അവർ എന്റെ പ്രമാണങ്ങളെ പ്രമാണിക്കായികയാൽ നിസ്സാരമായി കരുതി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിപ്പാൻ അവ പ്രമാണിക്കണം. പുതിയ നിയമത്തിൽ ഒരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 54-ാമത് വചനം. അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. അതിന് കർത്താവ് എന്താ പറഞ്ഞത്? അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിനധീനർ? ഒരു ആത്മാവിനെ കുറിച്ചാണ് വായിക്കുന്നത്, ന്യായവിധിയുടെ ആത്മാവ്. അതിന്റെ ചരിത്രം 2 രാജാക്കന്മാരുടെ പുസ്തകം
1-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാർ കെട്ടിയ ആളായിരുന്നു എന്ന് അവൻ അവനോട് പറഞ്ഞു. അല്പം ചരിത്രം പറയണം. അഹസ്യാവ് എന്ന് പറയുന്ന രാജാവിന് ഒരിക്കൽ അസുഖമുണ്ടായി. അസുഖം മാറുമോ സൗഖ്യം വരുമോ എന്ന് തനിക്കൊരു സംശയം. അതുകൊണ്ട് ചില പട്ടാളക്കാരെ എക്രോനിലേക്ക് വിട്ടു. വിടുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പോയി എക്രോനിലെ ദേവനായ ബേൽസബൂലിനോട് ചോദിക്കണം എനിക്ക് സൗഖ്യം വരുമോ ഇല്ലയോ എന്ന്. രാജാവ് പറഞ്ഞ പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റും. ഇവരിങ്ങനെ എക്രോനിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഏലിയാവിന്റെ മേൽ ആത്മാവിന്റെ നിയോഗം വന്നു. അവൻ ചെന്നിട്ട് ഈ പോകുന്ന പട്ടാളക്കാരോട് ചോദിച്ചു, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടോ നിങ്ങൾ എക്രോനിൽ ബേൽസബൂലിനോട് ചോദിക്കാൻ പോകുന്നത്? അടുത്ത ദൂത്: നിങ്ങൾ ചെന്ന് രാജാവിനോട് പറ, ദൈവത്തെ അവൻ തിരസ്കരിച്ചത് കൊണ്ട് അവൻ കയറി കിടക്കുന്ന കട്ടിലെന്ന് എഴുന്നേക്കത്ത് പോലുമില്ല, അവൻ മരിച്ചു പോകും. എക്രോനിലേക്ക് പോകാൻ വന്ന പട്ടാളക്കാർ തിരിച്ചു ചെന്നു. ഇങ്ങനെ വഴി വെച്ച ഒരു പാസ്റ്റർ, ഒരു ദൈവദാസൻ ഇങ്ങനെ ഞങ്ങളോട് ദൂത് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അവന്റെ വേഷം എന്തായിരുന്നു? അതാണ് വാക്യം. അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാർ കെട്ടിയ ആളായിരുന്നു എന്നവർ അവനോട് പറഞ്ഞു. അവൻ തിശ്ബിയനായ ഏലിയാവ് തന്നെ എന്നവൻ പറഞ്ഞു. ഈ ഏലിയാവിന്റെ തീഷ്ണതയോടെ വന്ന ഒരു വ്യക്തി പുതിയ നിയമത്തിലുണ്ടാരാ? സ്നാപക യോഹന്നാൻ. അദ്ദേഹത്തിന്റെ വസ്ത്രവും ഇതായിരുന്നില്ലേ? ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും തോൽവാറും. അപ്പൊ താൻ എക്രോനിലേക്ക് വിട്ടവരെ വഴി വെച്ച് നടന്ന് തിരിച്ചയച്ച ആ ദൈവദാസനോട് ആഹാസിന് ശുണ്ഠി തോന്നി, ദേഷ്യം തോന്നി. എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പോയി ആ ദൈവദാസനെ ഞാൻ വിളിച്ചോണ്ടിരാൻ പറഞ്ഞു. ഒരു അകമ്പടി നായകനെയും 50 പേരെയും 51 പേരെ അങ്ങോട്ട് അയച്ചു. ചെല്ലുമ്പോ ഏലിയാവ് ഒരു കുന്നിന് മുകളിൽ ഇരിക്കുക. അവിടെ ചെന്നിട്ട് ഈ അകമ്പടി നായകൻ വിളിച്ചു പറഞ്ഞു, ദൈവപുരുഷ ഇറങ്ങി വാ, രാജാവ് വിളിക്കുന്നു എന്ന് പറഞ്ഞു. പുള്ളി അവിടെ ഇരുന്നോണ്ട് പറഞ്ഞു, ആ പറഞ്ഞ വാക്ക് തന്നെ. നിങ്ങൾ എന്തോ പറഞ്ഞേ? ദൈവപുരുഷനാണെന്നോ? പുള്ളി അവിടെ ഇരുന്നോണ്ട് പറയാ, നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ദൈവപുരുഷനാണെന്ന്? ഞാൻ ദൈവപുരുഷനാകുന്നു എങ്കിൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി നിനക്ക് ദഹിപ്പിച്ചേക്കട്ടെ എന്ന് പറഞ്ഞു. പറഞ്ഞ പാടെ തീ ഇറങ്ങി 51 കരിച്ചു കളഞ്ഞു. വാർത്ത രാജാവ് പറഞ്ഞു. പിന്നെ ഒരു സംഘത്തെ കൂടെ വിട്ടു. അവരും അതുപോലെ എന്ന് പറഞ്ഞു. അവരെയും അതുപോലെ കരിച്ചു കളഞ്ഞു. 3ാമത് ഒരു കൂട്ടത്തെ കൂടെ വിട്ടു. അയാളി എന്നിട്ട് ക്ഷമിക്കണേ, ഞങ്ങളെ കത്തിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് താണ് വീണ് ഇതൊക്കെ പറഞ്ഞു. നമ്മുടെ വിഷയം. അപ്പൊ ഏലിയാവിന്റെ കാലത്ത് 2 പ്രാവശ്യം തീ ഇറങ്ങി ആളുകളെ കരിച്ചിട്ടുണ്ട്. ഈ സംഭവം എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇടിമക്കൾ ബോവനേർഗസ് തീഷ്ണതാശാലികളായ യാക്കോബ് യോഹന്നാനൂടെ യേശുവിന്റെ അടുക്കൽ ചെന്ന് പറയുക, അന്ന് ഏലിയാവ് ചെയ്തതുപോലെ തീ ഇറക്കി കത്തിച്ചാക്കട്ടെ. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങള് ഏത് ആത്മാവിന് അധീനർ? ഇനി അതിന്റെ സന്ദർഭം കൂടെ പറയാം. യേശു ക്രിസ്തു 2 പ്രാവശ്യം ശമരിയിലേക്ക് ചെല്ലുന്നു. ഒന്നാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അവൻ ശമരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. ശമരിയക്കാരി സ്ത്രീ രക്ഷിക്കപ്പെടുന്നു. അവൾ മുഖാന്തരം പട്ടണം മുഴുവൻ രക്ഷിക്കപ്പെടുന്നു. 2ാമത് യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാന കാലങ്ങളിൽ യെരൂശലേമിലേക്ക് കുരിശിക്കപ്പെടാനായി മനസ്സം കൊണ്ട് അറിഞ്ഞുകൊണ്ട് പോകുമ്പോൾ തനിക്ക് മുമ്പായി ശിഷ്യന്മാരെ അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മുമ്പേ ചെന്ന് ഗ്രാമങ്ങളിൽ ചെന്ന് എനിക്ക് വേണ്ടി വട്ടം കൂട്ടണം, ആളുകളെ വിളിച്ചു കൂട്ടണം, ഞാൻ അവിടെ ഒരു യോഗം നടത്തും എന്നാണ് അതിന്റെ ആശയം. ഇവരെ ശമരിയരുടെ ഗ്രാമങ്ങളിൽ പറഞ്ഞു, യേശു ക്രിസ്തു ഇതിലേക്കൂടെ വരുന്നുണ്ട്, നിങ്ങളെല്ലാം കൂടി നിൽക്കണമെന്ന് പറഞ്ഞു. അവർ ചോദിച്ചു, നമുക്ക് മനസ്സിലാവുന്ന ഭാഷ പറയാം. നല്ല കാര്യം, വന്നാൽ എത്ര ദിവസത്തെ യോഗം നടത്തും? ദിവസങ്ങളൊന്നുമില്ല, പോകുന്ന വഴിക്ക് ഒരൊറ്റ മീറ്റിംഗേ ഉള്ളൂ. ഹലോ, അവർ പറഞ്ഞു അത്ര വലിയ ഗമയാണെങ്കിൽ വേണ്ട, വരുന്നെങ്കിൽ കുറച്ച് ദിവസത്തെ മീറ്റിംഗ് വേണം, അല്ല ഒറ്റ യോഗ ഉള്ളെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടാന്നേ. യേശുവിനോടുള്ള സ്നേഹം കൊണ്ടാ പറഞ്ഞത്. അപ്പൊ കർത്താവിനെ ഇവര് നിരസിച്ചു കഴിഞ്ഞപ്പോ യോഹന്നാനും യാക്കോബൂടെ ചെന്നിട്ട് പറഞ്ഞു, കർത്താവെ, പണ്ട് ഏലിയാവ് തീ ഇറക്കി കത്തിച്ചതുപോലെ ഞങ്ങള് ഈ ശമരിയെ മുഴുവൻ കത്തിച്ചേക്കട്ടെ. അവിടെയാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ? മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല, രക്ഷിപ്പാനത്രേ വന്നത്. ഇനി അതിന്റെ കർത്താവിന്റെ ആ ഇടപെടലിന്റെ ശ്രേഷ്ഠത ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് കൊണ്ടുവരാം. ശമര്യരെ കത്തിച്ചു കളയാനല്ലേ യാക്കോബും യോഹന്നാനും പറഞ്ഞത്? പക്ഷെ യേശു കത്തിച്ചു കളയുകയല്ല ചെയ്തത്, അവരെ രക്ഷിക്കുകയാണ് ചെയ്തത്.
കർത്താവ് അന്ത്യകൽപ്പന നൽകുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞതെന്ന് അറിയാം? അപ്പോസ്തലപ്രവൃത്തി 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദിയിലും ശമരിയിലും, ശമരിയരെ കത്തിച്ചു കളയാനല്ല, തന്റെ ആത്മാവിനെ അയച്ച് അവരെ രക്ഷിക്കാനാണ് കർത്താവിന് പദ്ധതി തോന്നിയത്. അപ്പോസ്തലപ്രവൃത്തി 8:14 അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ച കൂട്ടത്തിൽ ഒരു പുള്ളിയുണ്ട്. ആരാ? യോഹന്നാൻ. ഈ യോഹന്നാൻ നേരത്തെ എന്താ പറഞ്ഞത്? ശമര്യരെ കത്തിച്ചേക്കട്ടെ. എന്നാൽ യോഹന്നാൻ ഇപ്പോൾ ഒരു വാർത്ത കേൾക്കുന്നു, ശമര്യരെ ദൈവം കൈക്കൊണ്ടു. പത്രോസിനെയും യോഹന്നാനെയും അവിടേക്ക് അയച്ചു. 17 വാക്യം, അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. നമ്മുടെ വിഷയം പരിശുദ്ധാത്മാവ് തീ പോലെ വെളിപ്പെടുന്നു. പരിശുദ്ധാത്മാവ് അഗ്നിയുടെ സദൃശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? പലപ്പോഴും ഒരു ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചതിന്റെ പ്രതീകമായി അഗ്നിയുടെ വ്യാപാരം ഉണ്ടായിട്ടുണ്ട്. പഴയ നിയമ പശ്ചാത്തലത്തിൽ യാഗം അർപ്പിക്കുമ്പോൾ ആ യാഗത്തിൽ ദൈവത്തിന്റെ തീ ഇറങ്ങി ദഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമായി എന്ന് അവർക്ക് ബോധ്യമാകുമായിരുന്നു. അഞ്ച് സംഭവങ്ങൾ. തീ ഇറങ്ങിയാൽ അത് ദൈവത്തിന് പ്രസാദമുള്ള യാഗമാണ്. 5 സംഭവങ്ങൾ. ലേവ്യ പുസ്തകം 9:22 മുതലുള്ള വാക്യങ്ങളിൽ സമാഗമന കൂടാരത്തിൽ തീ ഇറങ്ങി വന്നതായി നമ്മൾ കാണുന്നു. ഗിദെയോന്റെ കാലത്ത് ന്യായാധിപന്മാരുടെ പുസ്തകം 6:21 പാറയിൽ തീ പുറപ്പെട്ട് യാഗവസ്തു ദഹിക്കുകയാണ്. 1 ദിനവൃത്താന്തം 21:26 ദാവീദിന്റെ കാലത്ത് ഒർന്നാന്റെ അഥവാ അരവനയുടെ കളത്തിൽ യാഗമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ തീ ഇറങ്ങി യാഗവസ്തു ദഹിക്കുകയാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 7:1 വാക്യത്തിൽ ശലോമോൻ ആലയം പ്രതിഷ്ഠിച്ചപ്പോൾ അവിടെ ദൈവത്തിന്റെ തീ ഇറങ്ങി വരികയാണ്. 1 രാജാക്കന്മാർ 18:38 കർമ്മേൽ മലമുകളിൽ ഏലിയാവ് യാഗമർപ്പിക്കുമ്പോൾ ആ വെള്ളം മുഴുവൻ കത്തിച്ച്, വെള്ളം മാത്രമല്ല യാഗവസ്തുവും യാഗപീഠവും എല്ലാം കരിക്കത്തക്ക രീതിയിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വരുന്നു. തീയുടെ വ്യാപാരം ദൈവപ്രസാദത്തിന് ഒരു പ്രത്യക്ഷ തെളിവായി പരിഗണിക്കപ്പെട്ടു പോന്നു. രണ്ടാമത്തെ ചിന്തയിലേക്ക് നാം വരികയാണ്. നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. യേശുക്രിസ്തുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെയാണ് ഇറങ്ങി വന്നത്. എന്നാൽ സഭയുടെ സംസ്ഥാപനത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് പിളർന്നിരിക്കുന്ന നാവുകൾ പോലെയാണ്. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നാവിനോട് സാദൃശീകരിച്ചു പറഞ്ഞിരിക്കുന്നു? പ്രധാനപ്പെട്ട 4 ചിന്തകൾ ഞാൻ അവിടെ പറയാം. 1, ബാബേൽ കോട്ടയുടെ പണിയുടെ കാലത്ത് ദൈവം ഇറങ്ങി വന്ന് ജനത്തെ ശിക്ഷിക്കുമ്പോൾ അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ അവരുടെ ഭാഷ കലങ്ങിപ്പെട്ടു. ശാപഗ്രസ്തരായി ചിതറിപ്പോയി. എന്നാൽ ചിതറിപ്പോയ ജനത്തെ ഒന്നായി ചേർക്കുന്ന ഭാഷയുടെ പേരിൽ ചിതറി പലയിടത്ത് പോയവരെ ഒന്നായി ചേർത്ത് അവർക്കൊരു പുതിയ ഭാഷ കൊടുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാവ് പോലെ അവർക്ക് വെളിപ്പെടുകയാണ്. മാത്രമാണോ? എന്താ സംഭവിച്ചത്? പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ നാവെടുത്ത് ദൈവത്തെ സ്തുതിച്ചു. അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു. അവരുടെ ഭാഷയല്ല, അവരുടെ ഭാഷ കലക്കപ്പെട്ട ഭാഷയാണ്, അവരുടെ ഭാഷ ശപിക്കപ്പെട്ട ഭാഷയാണ്. പക്ഷെ സ്വർഗത്തിന്റെ ഭാഷ ദൈവം അവരുടെ അധരങ്ങളിൽ നൽകുവാനിടയായി തീർന്നു. ഈ നാവിന്റെ പ്രത്യേകത തളർന്നിരിക്കുന്ന മനുഷ്യരെ താങ്ങുന്ന വാക്കുകളാണ് പുറപ്പെടുവിക്കുന്നത്. യശയ്യാപ്രവചനം 50:4 വാക്യം, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ശിഷ്യന്മാരുടെ നാവ്. ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നത് നാവ് പോലെയാണ്. എന്തിന്? തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങാൻ. ദൈവം മോശെ വിളിക്കുമ്പോൾ മോശ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. ഏതാണ്ട് 5ഓളം ഒഴികഴിവുകൾ അവൻ പറയുന്നുണ്ട്. അതിൽ ചിലതിങ്ങനെയാണ്: ദൈവമേ, ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല,
ഞാൻ തടിച്ച നാവുള്ളവനാണ്, സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല. ദൈവം പറഞ്ഞു, കുരുടനെയും ഊമനെയും നാവുള്ളവനെയും ഇല്ലാത്തവനെയും ഒക്കെ സൃഷ്ടിച്ചതാരാ? യഹോവയായി ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക. ആ മോശയുടെ മേൽ ദൈവം തന്നെ ആത്മാവിനെ പകർന്നു. വിക്കനായ മോശയുടെ പരിമിതികൾ, പോരായ്മകൾ പരിഹരിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം മോശയുടെ മേൽ പകർന്നു. തെളിവ് പറയാ, സംഖ്യ 11:29. മോശെ അവനോട്, എന്നെ വിചാരിച്ച് നീ അസൂയപ്പെടുന്നുവോ? യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകുകയും യഹോവ തന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. അതിന്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം എങ്ങനെയാണ് പറയുന്നത്? മോശേ, നിന്റെ മേലുള്ള ആത്മാവിനെ കുറച്ചെടുത്ത് ഞാൻ അവരുടെ മേൽ പകരും. അപ്പോൾ മോശയുടെ മേൽ എന്തുണ്ടായിരുന്നു? പറഞ്ഞേ, ആത്മാവുണ്ടായിരുന്നു. നാവ് സംസാരിക്കാൻ സഹായിക്കുന്നതാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ സംസാരിച്ചു കൊണ്ടിരുന്നു, പക്ഷെ പെട്ടെന്ന് ആ മനുഷ്യൻ ഊമനായിപ്പോയി. ആരാ? സക്കരിയാവ്. തക്ക സമയത്ത് നിവർത്തിയാകുവാനുള്ള എന്റെ ആലോചന നീ അവിശ്വസിച്ചത് കൊണ്ട് അത് നിവർത്തിയാകുന്നത് വരെ നീ ഊമനായിരിക്കും. നീ ഊമനായിരിക്കും. മന്ദിരത്തിനകത്തേക്ക് ധൂപം കാട്ടുവാൻ വേണ്ടി കയറിപ്പോയ സക്കരിയാവ് നറുക്കുവീടനുസരിച്ച് കയറിപ്പോയതാണ്. ഒരു എഴുത്തുവല കൊണ്ടുവരാൻ ഒരു എഴുത്തുവല കൊണ്ടുവന്നു. അതില് ഇരുമ്പെഴുത്താണി കൊണ്ടോ വജ്രമുന കൊണ്ടോ താൻ ഇങ്ങനെ എഴുതി. ആളുകളെല്ലാം നോക്കി നിൽക്കുകയാണ്. ആ എഴുത്തുവലയ്ക്കകത്ത് യോഹന്നാൻ എന്ന് എഴുതി അങ്ങോട്ട് തീർന്നതും ജനമെല്ലാം കൂടെ ഇത് ആശ്ചര്യത്തിലേക്ക് അത് നോക്കുന്നു. തിരുവെഴുത്ത് പറയുന്നത്, ഉടനെ അവന്റെ നാവിന്റെ കെട്ടഴിഞ്ഞു. അവൻ ആത്മാവിൽ പ്രവചിക്കാൻ തുടങ്ങി. എന്തായിരുന്നു അവന്റെ പൊസിഷൻ? അവൻ പുരോഹിതനായിരുന്നു. അവന്റെ ഇടകാലഘട്ടത്തിലെ ശിക്ഷയുടെ കാലം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്രീതി അവന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ അവന്റെ നാവിന്റെ കെട്ടഴിഞ്ഞു. അവൻ ആത്മാവിൽ പ്രവചിക്കാൻ തുടങ്ങി. നമ്മുടെ നാവുകളിൽ തീ കത്തട്ടെ. ആമേൻ. നമ്മുടെ അധരങ്ങളിൽ തീ കത്തട്ടെ. ആമേൻ. നമുക്ക് നാവെടുത്ത് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയട്ടെ. അവൻ ആത്മാവിൽ പ്രവാചകനായി മാറുകയാണ്. നാവിന്റെ 4ാമത്തെ പ്രത്യേകത, ആർക്കും എതിർപ്പാൻ കഴിയാത്ത ആലോചന നമ്മുടെ നാവിൽ ദൈവം തരും. വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21:15. നിങ്ങളുടെ എതിരികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർ പറവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. മത്തായി സുവിശേഷം 10:19. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടോ എന്ന് വിചാരപ്പെടേണ്ട, പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത വാക്യം, പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. അപ്പോസ്തലന്മാർ ഒരിക്കൽ ഒരു തീരുമാനം പറഞ്ഞു, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. മേശമേൽ ശുശ്രൂഷിപ്പാൻ ജ്ഞാനവും ആത്മാവും നിറഞ്ഞ 7 പേരെ തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. ജ്ഞാനവും ആത്മാവും വിശ്വാസവും നിറഞ്ഞ 7 പേരെ തിരഞ്ഞെടുത്തു. അതിലൊരുവന്റെ പേരാണ് സ്തെഫാനോസ്. സ്തെഫാനോസ് ആത്മാവിൽ നിറഞ്ഞ് വചനം പ്രസംഗിക്കാൻ വേണ്ടി തുടങ്ങി. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും ലിബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്കിയ ആസിയ ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് സംസാരിക്കുകയാണ്, തർക്കിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് സ്തെഫാനോസിനോട് തർക്കിക്കുകയാണ്. ലിബർത്തീനരുണ്ട്, ആമേൻ, ഖുറേനക്കാരുണ്ട്, അലക്സാന്ദ്രിയക്കാരുണ്ട്, കിലിക്കിയക്കാരുണ്ട്, ആസ്യക്കാരുണ്ട്. 5 ദേശക്കാർ ഒരു സാധാരണ മനുഷ്യനായ സ്തെഫാനോസിനോട് തർക്കിക്കുന്നു. അവനൊറ്റയ്ക്ക് നിന്ന് അവരോട് പ്രതിവാദം പറയുകയാണ്. തിരുവെഴുത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, അവൻ സംസാരിച്ച വചനത്തോട് എതിർത്ത് നിൽപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. എന്താ കാര്യം? അവന്റെ മേൽ ആത്മാവുണ്ടായിരുന്നു. ചില വേളകളിൽ എന്താ പറയേണ്ടിയെന്ന് ഓർത്ത് ഭാരപ്പെടുമ്പോൾ ദൈവം തന്നെ ദൂത് നിങ്ങളുടെ നാവിൽ തരും. നിങ്ങൾ പറയുന്നതായിരിക്കും അതിന്റെ അവസാനത്തെ വാക്ക്. നീ പറയുന്നതായിരിക്കും അതിന്മേലുള്ള തീർപ്പ്. അത് നിന്റെ മിടുക്കല്ല, നിന്റെ പഠനമല്ല. ദൈവത്തിന്റെ ആത്മാവ് ചില വേളകളിൽ
നമ്മളേതെയും പ്രവാചകന്മാരായി, പ്രവാചകിമാരായി, ദൈവത്തിന്റെ വക്താക്കളായി ദൈവം നമ്മെ ഉപയോഗിക്കുകയാ. ഇന്ന് പകലിൽ ഈ ആത്മാവിന്റെ അഗ്നി നമ്മുടെ മേലൊന്ന് വെളിപ്പെടട്ടെ. അവ നിങ്ങളുടെ ശരീരത്തിന് മേലൊന്ന് പതിയട്ടെ. ആ നാവുകൾ നമുക്ക് പ്രത്യക്ഷമാവട്ടെ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങളെ കാണും. ഹല്ലേലൂയ. യോവേൽ പ്രവചനത്തിലെ പ്രവചനം പെന്തക്കോസ്ത് നാളിൽ പത്രോസ് എടുത്തുദ്ധരിക്കുകയാണ്. പോലെ ഇറങ്ങണമേ, അഗ്നിനാമായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ ഇനി ആത്മാവിൽ. പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പോലെ അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി. ഓ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലോ, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൻ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. ശബ്ദം പിൻപിൽ കെട്ടിടും നിർദ്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.